ഡോക്ടർ, ഒരുപാട് പാരൻസിൻ്റെ ഡൗട്ടാണ് നമ്മുടെ ഈ കൊച്ചുകുട്ടികൾ തലയിടിച്ച് വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത്? കുഞ്ഞ് തലയിടിച്ച് വീണ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ കുഞ്ഞിന് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കുക. നിർത്താത്ത കരച്ചിലായിരിക്കും സ്വാഭാവികമായിട്ട്. അപ്പം ആദ്യം കുഞ്ഞിനെ ഒന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം ഒന്ന് നോക്കുക. ആദ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന് കോൺഷ്യസ്നെസ് ഉണ്ടോ, ബോധമുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കുക. അതേപോലെ വല്ല ബ്ലീഡിങ് ആയിട്ട് വല്ലതും ഉണ്ടോ, നമ്മൾ അതേപോലെ തന്നെ തൊട്ട് നോക്കുമല്ലോ. ഒന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം കുട്ടീനെ ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ബോധം പോയിരിക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് തുടർച്ചയായിട്ടുള്ള ഛർദിൽ വരിക, ഇല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള തലവേദന കുട്ടി പ്രകടിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതല്ല, വേറെ വലിയ പ്രശ്നങ്ങളില്ല, ചെറിയ ഇഞ്ചുറീസേ ഉള്ളൂ, ജസ്റ്റ് ഒരു തടിപ്പ് പോലെയൊക്കെ തോന്നുന്നുള്ളെങ്കിൽ ജസ്റ്റ് കോൾഡ് ഐസ് പാക്ക് വെച്ചിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിരുന്നാലും വളരെ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ എപ്പോഴും നമുക്ക് ഡോക്ടറിൻ്റെ ഒരു ഉപദേശം നേടുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഈ സിംറ്റംസ് കാണിക്കുമ്പോൾ മാത്രമാണോ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത്? അപ്പോൾ സിംറ്റംസ് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം. വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ് വീഴുന്നുണ്ടെങ്കിൽ ഏതായാലും നല്ലത് ഡോക്ടറിൻ്റെ ഒരു ഉപദേശം തേടുന്നത് തന്നെയായിരിക്കും. രണ്ടെന്ന് പറയുന്നത് കുട്ടിയുടെ ബോധം പോയി, കുട്ടിക്ക് തലവേദന തുടർച്ചയായിട്ട് കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു കുഞ്ഞ്. മൂന്നെന്ന് പറയുന്നത് തുടർച്ചയായ ഛർദിൽ, മാറി നിൽക്കാത്ത രീതിയിലുള്ള ഛർദിലുണ്ടെങ്കിൽ, പിന്നെ കുട്ടിക്ക് വേറെ രീതിയിൽ ഫിറ്റ്സ് പോലത്തെ എന്തെങ്കിലും ചെറിയ സംശയങ്ങൾ തോന്നുകയാണ്, അല്ലെങ്കിൽ പെരുമാറ്റത്തിന് ചെറിയ വ്യത്യാസങ്ങൾ തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം, ആദ്യം ഒന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം. പക്ഷേ ഈ പറഞ്ഞ സിംറ്റംസ് തുടർച്ചയായിട്ട് നിൽക്കുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ ഉപദേശം നേടുന്നത് നല്ലതായിരിക്കും.